കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. BMH ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ആശുപത്രി മാനേജ്മെന്റ്, ഡോക്ടർമാർ, നഴ്സുമാർ എന്നിവർ പങ്കെടുത്തു. BMH കണ്ണൂരിൽ നടന്ന അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷം ആരോഗ്യ സംരക്ഷണ രംഗത്ത് നഴ്സുമാർ വഹിക്കുന്ന ഒഴിച്ചുകൂടാനാവാത്ത പങ്കിനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. അർപ്പണബോധം, വൈദഗ്ധ്യം, രോഗികളുടെ ക്ഷേമത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവയെ ആദരിക്കാനുള്ള ഒരു വേദി കൂടിയായി ചടങ്ങ്. ഗ്രൂപ്പ് ചീഫ് ക്വാളിറ്റി ആൻഡ് ഗവേണൻസ് ഗ്രേസി മത്തായി ഉദ്ഘാടനം ചെയ്തു. ഒരു നേഴ്സിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ബിക്കോസ് ഞാനും ഒരു നേഴ്സാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരു നേഴ്സിനെ പറ്റി ചിന്തിക്കുന്ന ആദ്യം തന്നെ മറ്റാരും ചെയ്യാത്ത ജോലികളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഡോക്ടേഴ്സാണ്. ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വരുവാണെങ്കിൽ അതൊരു ഡോക്ടറിൻ്റെ പേരിലായിരിക്കും. ചിലപ്പം ഹോസ്പിറ്റലിൻ്റെ പേരിലും വന്നേക്കാം, പക്ഷേ മെയിൻലി അത് വരുന്നത് ഒരു ഡോക്ടറിൻ്റെ പേരിലായിരിക്കാം. പക്ഷെങ്കിൽ ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു 24 hours എത്ര മിനിറ്റ് നമ്മുടെ ഡോക്ടേഴ്സ് ആ പേഷ്യൻറ്റുമായിട്ട് ചിലവഴിക്കുന്നു. അവരുടെ കുറ്റമല്ല, കാരണം അവർക്ക് അതുപോലെ പേഷ്യൻസ് ഉണ്ട്. അവർക്ക് എല്ലാവരെയും നോക്കേണ്ടതാണ്, അതനുസരിച്ചിട്ട് അവർക്ക് പരിചരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ്. നേരെ മറിച്ച് ഒരു നേഴ്സ് 24 മണിക്കൂർ ഈ രോഗിയുടെ കൂടാണ്. BMH ക്ലസ്റ്റർ CEO നിരൂപ് മുണ്ടയാടൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സംരക്ഷണ രംഗത്ത് സുപ്രധാന പങ്കുവഹിക്കുന്ന നഴ്സുമാരെ CEO നിരൂപ് മുണ്ടയാടൻ പ്രശംസിച്ചു. ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നു, രോഗം നിർണ്ണയിക്കുന്നു, രോഗിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. രോഗിയെ അതുപോലെ തന്നെ കൂടെയുള്ളവരെ സമാശ്വസിപ്പിക്കാനും അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് നടത്താനുമുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നേഴ്സിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പലപ്പോഴും ഡോക്ടർ രാവിലത്തെ റൗണ്ട്സ് അവസാനിപ്പിക്കുന്നത്. അല്ലേ? വൈകുന്നേരം വന്ന് പിന്നെ ചോദിക്കുന്ന സമയത്ത് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായി ഇത്ര സമയമുള്ള 10-12 മണിക്കൂറായി ഞാൻ കാണാത്തത്, 12 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എന്തൊക്കെ കൊടുത്തു, എന്തൊക്കെ ചെയ്തു എന്നാണ് നോക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് നേഴ്സാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നതിന് പ്രധാന കാരണം. ചടങ്ങിൽ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ നാസർ EK, സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സന്തോഷ് C. ഗുഡിമണി, ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു ജോസഫ്, ഡയാലിസിസ് വിഭാഗം മാനേജർ രതീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.